ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുമെന്നും ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കുമെന്നെല്ലാമുള്ള പ്രചരണങ്ങളായിരുന്നു രാജ്യത്ത് നടത്തിയിരുന്നത്. അത്തരമൊരു സന്ദർഭത്തിലാണ് 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നത്. രാജ്യത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വളരെ വിശദമായി തന്നെ ആ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി പാർട്ടി എത്തിച്ചേർന്ന പ്രധാനപ്പെട്ട ചില നിഗമനങ്ങളുണ്ട്. ബി.ജെ.പിയെ തടയാനാകാത്തതല്ല എന്നതായിരുന്നു അതിൽ പ്രധാനം. ബി.ജെ.പി രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ പിന്താങ്ങുന്നൊരു പാർട്ടിയല്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ബി.ജെ.പി രാജ്യത്ത് നടപ്പാക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എതിരായാണ് ചിന്തിക്കുന്നത്. ഈ ജനങ്ങളെ എങ്ങനെ ഒന്നിച്ചണിനിരത്താൻ കഴിയും? അങ്ങനെ ഒന്നിച്ചണിനിരത്തിയാൽ ബി.ജെ.പിയെ തടയാനാകും എത്തിച്ചേർന്ന പ്രധാന നിഗമനം. അത് സാധ്യമാകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതക്കനുസരിച്ചുള്ള നിലകളാണുള്ളത്. അതിൽ പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ പ്രബലമാണ്. അവരടക്കമുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി നടത്തിയത്. രാജ്യത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ആശയവിനിമയം നടത്താൻ പാർട്ടി സന്നദ്ധമായി. ഇത് സാധ്യതപ്രായമായ ഒന്നാണ്. ഒരു കേവലമായ ദിവാസ്വപ്നമല്ല എന്നത് രാജ്യത്തിന്റെ പൊതു സാഹചര്യം വിശദമായി പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും ബോധ്യമാകുന്ന നിലവിൽ അതിന്റെ അന്തരീക്ഷം ഉയർന്നു വരണമെന്ന് കണ്ടതിന്റെ തുടർച്ചയുടെ പ്രത്യേക ഘട്ടത്തിലാണ് ഇന്ത്യ എന്ന പേരിലുള്ള ബി.ജെ.പി നേരിടാനുള്ള വിപുലമായ സംവിധാനം എല്ലാ ബി.ജെ.പി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് ഒരുക്കുന്നു. അതില് നമ്മുടെ അനുഭവം വിവിധ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ നല്ല രീതിയിൽ ഏകീകരിക്കാൻ കഴിഞ്ഞോ അവിടങ്ങളിൽ വലിയ മുന്നേറ്റം ഇന്ത്യ വേദിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോ പാർട്ടി സ്വീകരിച്ച നിലപാട് അത് പൊതുവിൽ രാജ്യത്തിന് ഗുണകരമായി ഭവിച്ചു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.